പെർസെൻറ്റേജ് ഇതിൽ നിന്ന് പറഞ്ഞതാണ്. ഞാനത് അവർ അങ്ങനെ വിദ്യാഭ്യാസം കൊണ്ട് അങ്ങനെ കുറ്റം പറയുന്നതല്ല ഞാൻ ഇപ്പോഴും പറയുന്നത്. ഈ എഡ്യൂക്കേഷന്റെ ഏറ്റവും ടോപ്പ് ഇവരെല്ലാം സയന്റിസ്റ്റുകളാണെന്ന് ഓർമ്മ. സയൻസ് മെയിൻ എടുത്ത് പഠിച്ചവരാണ് അവിടെ ക്രാഷായപ്പോൾ അടിയിൽ മരിച്ചിരിക്കുന്നത്. അതായത് സയൻസ് മെയിൻ എടുത്ത് പഠിക്കുന്ന ഒരു ഡോക്ടേഴ്സ്, പിന്നെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവർ. ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവരിൽ നമുക്കൊരു 5% വേണ്ട. 275 പേര് യാത്ര ചെയ്തിട്ട് അതിന്റെ 5% എടുത്ത ഒരു 10-12 പേര്. ബാക്കി എല്ലാവരും പല മതത്തിൽ വിശ്വസിച്ചവരാണ്. ഒരേ സ്ഥലത്തിരുന്നിട്ട് ഇവിടെ ക്രിസ്ത്യാനി, ഇവിടെ മുസൽമാൻ, ഇവിടെ ഹിന്ദു, എൻ്റെ തൊട്ട് ബാക്കിൽ അതിൻ്റെ ബാക്കിൽ ജൈനൻ, അതിൻ്റെ ബാക്കിൽ പാഴ്സി, അതിൻ്റെ ബാക്കിൽ ജൂതൻ, അങ്ങനെ 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 ഗോത്രം, ചപ്പ് ചവറ്, തേങ്ങ മണ്ണാങ്കട്ട കുറേ ദൈവങ്ങൾ. ഇവരൊക്കെ ഒരുമിച്ചാണ് യാത്ര ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ 1-2 അവിശ്വാസി ഉണ്ടാവും. അവിശ്വാസി ചത്തുവയിൽ ഒരു കുഴപ്പമില്ല. അതിനകത്തൊരു 10-12 അവിശ്വാസികളുണ്ടാവും, വിശ്വാസമില്ലാത്തവർ. അവൻ ചത്തുവയിൽ കുഴപ്പമില്ല, അത് ദൈവത്തിന്റെ ശിക്ഷയെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള ഒരു മരിച്ചു ചെയ്ത് പറയൂ പ്രേക്ഷകരെ, നിങ്ങളുടെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിങ്ങളുടെ ദൈവം വന്ന് നിങ്ങളെ രക്ഷിക്കുമോ? ഇല്ലെന്നാണ് ഞാൻ പറയണത്. ഇനി ഇവിടെ സയന്റിസ്റ്റുകളായിട്ട് ഇവിടെ പഠിച്ചിരുന്ന ഡോക്ടേഴ്സ് ആ ഹോസ്റ്റലിന്റെ മുകളിൽ ലാൻഡ് ചെയ്യുമ്പോൾ അവിടെ അതിനകത്തുള്ള കൂടുതൽ എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ് ആണ് അതിനകത്തുള്ളത്. വലിയ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എഡ്യൂക്കേഷൻ ചെയ്യണവർ. അതിനകത്ത് എത്ര പേരുണ്ട് നിരീശ്വരവാദികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന മതവിശ്വാസം ഇല്ലാത്തൊരു 5-6 പേരുണ്ടാവും. അവരെ മാറ്റാം, അവരെ അത്തോട്ട്. കാരണം അവർ മതത്തിലോ ഒന്നിലും ദൈവവിശ്വാസം ഇല്ലാത്തല്ല, അവൻ ജാവ ഉള്ളവനാണ്. അങ്ങനെയാണല്ലോ എന്റെ കൺസെപ്റ്റ്. ബാക്കിയുള്ളവരെങ്ങനെ മരിച്ചത്? അവരെന്ത് ചെയ്തിട്ട് മരിച്ചത്? ഏതെങ്കിലും ഒരു ഗോഡിനെ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും നിങ്ങളുടെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് നമ്മൾ ഇവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 9 to 15 കിലോമീറ്റർ മുകളിലാണ് പറന്നു പോണത്. ചില സമയത്ത് അപ്ഗ്രേഡ് ചെയ്യും, ചില സമയത്ത് താഴെയും വരും. ഇങ്ങനെയാണ് റൺ ചെയ്യണത്. ഈ റൺ ചെയ്യണ ഫ്ലൈറ്റ് ക്രാഷായി താഴെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മരണം എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. പക്ഷെ അതിൽ അപകട സാധ്യത വളരെ കുറവെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. വളരെ തുലവും തുച്ഛമാണ്. നമ്മൾ റോഡ് അപകടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡ് അപകടങ്ങൾ 100 പേരിൽ 100 അപകടം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 15 പേര് മരിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരാൾ പോലും മരിക്കൂല. അതാണ് അതിന്റെ കുറച്ചുള്ളൂ. വളരെ പോയിന്റ് വളരെ കുറച്ചേ ഉള്ളൂ ഫ്ലൈറ്റ് അപകടങ്ങളുടെ അപകട സാധ്യത. പക്ഷേ ഇപ്പോൾ ഉള്ള പത്രമാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അയാളെ ദൈവം രക്ഷിച്ചെന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രേക്ഷകരുടെ ചോദിക്കട്ടെ, 100-300 പേരെ ഒരുമിച്ച് കൊന്നിട്ട് ഒരാളെ മാത്രം രക്ഷപ്പെടുത്തുന്ന ദൈവം എന്ത് കോപ്പിലെ ദൈവമാണ്?